ഹേ ഗായ്സ്, വെൽക്കം ടു ആർട്ട് ബൈ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ തമ്പനെയിൽ. സോ ഈ തമ്പനെയിൽ എത്ര അടിപൊളിയാകുന്നു ആ വ്യൂവറിനെ നമ്മുടെ വീഡിയോയിലേക്ക് എത്തിക്കും. പിന്നെ പലർക്കും ഈ തമ്പനെയിലും മര്യാദയ്ക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. സോ എളുപ്പത്തിൽ എങ്ങനെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി അമർത്തേക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യും. അത് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ്. ഈ ആപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലിങ്കിൽ കയറാം, പ്ലേ സ്റ്റോറിൽ പോവാം, ഡൗൺലോഡ് ആക്കാം. പിന്നെ ആപ്ലിക്കേഷൻ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയുടെ പൊക്കത്ത് ഒരു സെർച്ച് ബാറുണ്ട്. ആ സെർച്ച് ബാറിൽ യൂട്യൂബ് തമ്പനെയിലിന് അടിച്ചു കൊടുക്കാം. സോ യൂട്യൂബ് തമ്പനെയിലിന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ക്യാൻവാസും പിന്നെ കുറേ മോഡൽസും ഇതിൻ്റെ താഴെയായിട്ട് വരും. ബ്ലാങ്ക് അവർ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോഡൽസ് അവരുടേതായിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളുമാണ്. അതിനകത്ത് എഡിറ്റ് വരുത്തിയിട്ട് നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടി. സോ ഈ ഡിസൈൻസിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇതിനകത്ത് ഈ അവരുടെ എഴുതിയേക്കുന്ന ഭാഗത്ത് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കൂടി വരും. അതിൽ ഫോണ്ട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ലെറ്റർ തമ്മിലുള്ള സ്പേസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ എഴുതിയേക്കുന്നതിൻ്റെ കളറ് മാറ്റാനുണ്ട്. പിന്നെ സൈസ് മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവരെന്നെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഞാൻ ഒന്നും കൂടി നെക്കിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാം. സോ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ കൊടുത്തു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജ് ഇഷ്ടമായില്ലെങ്കിൽ അവിടെ ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ താഴത്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ആ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് എടുക്കുക. ഓക്കെ, ഞാൻ ഒരു ഇമേജ് എടുത്തു. ഇനി ആർട്ട് ബേ എന്നുള്ളത് ഞാൻ സെൻറ്ററിലേക്കാണ്ട് കൊണ്ടുവന്നു. ഇനി ആ ബാക്കിലെ ഇമേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഇതേമാതിരി. സോ ഞാൻ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇത് കൃത്യമായിരിക്കും യൂട്യൂബിൽ YTS സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ. ഒന്നും വെട്ടി കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഈ സാധനം എന്തേ ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണിക്കുന്നത് ഷെയർ ചെയ്യാനാണ്. അതിൻ്റെ ആവശ്യമില്ല, ക്യാൻസൽ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂ എഡിറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് YTS സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊക്കത്ത് ആ പെൻസിലിൻ്റെ ഇതില്ല, ആ എഡിറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് തമ്പനെയിൽ കൊടുക്കുക, ചേഞ്ച് കൊടുക്കുക. റീസെൻ്റ് ആയിട്ടതേ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കണ്ട കൃത്യ അളവാണ്. സെലക്ട് കൊടുത്തതിനാൽ തമ്പനെയിലായി. ഇത്രയുള്ള സംഭവം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്ക്.